ലാമിൻ യമാൽ ഒരു കാര്യം വ്യക്തമാക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വേൾഡ് കപ്പ് ഫൈനലിൽ സ്പെയിനും ബ്രസീലും ഏറ്റുമുട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു വിനോദയാത്ര പോകാമെന്ന് ഞാൻ നെയ്മറുമായി ഒരു കരാറിലെത്തിയിട്ടുണ്ട് എന്നാണ് ലാമിൻ യമാൽ വ്യക്തമാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മറുപടി താഴെ കമൻ്റായിട്ട് അറിയിക്കാം. ഞാനൊരു കാര്യം ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ലാമിൻ യമാൽ പറഞ്ഞതുമായി നിങ്ങളൊന്ന് കൂട്ടിക്കൊഴിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ പറയാം. അതായതില്ലേ, ലാമിൻ യമാൽ ഒരു മികച്ച പ്ലെയറാണ്, ഒരു യങ് പ്ലെയറാണ്. ഇനി വരുന്ന തലമുറകൾക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ഇനി വരുന്ന പുതുതലമുറകൾക്ക് കാണാൻ പറ്റുന്നതും, അതായത് ഫാൻസ് ആവാൻ പറ്റുന്നവർക്ക് നല്ലൊരു മികച്ച കളി കളിക്കുന്ന ഒരു താരമൊക്കെ തന്നെയാണ് ലാമിൻ യമാൽ. പക്ഷെ ഉണ്ടല്ലോ, ഏതൊരു പ്ലെയർ ആയിക്കോട്ടെ, അത് വലിയ പ്ലെയർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു മിസ് ഉണ്ടാവും. ഒരു ഡീമെറിറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ലാമിൻ യമാലിനെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഡീമെറിറ്റാണ് അദ്ദേഹത്തിൻ്റെ തൊള്ള എന്ന് പറയുന്നത്. ലാമിൻ യമാലിൻ്റെ ഈ തൊള്ള പറച്ച് അതിനെ പറയണ്ടെന്ന് അറിയില്ല. എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തൊള്ള. അതായത് കളി തുടങ്ങേണ്ടതിന് മുന്നേ പറയും ഭയങ്കര തൊള്ള, ഇതൊക്കെ നമുക്ക് നിസാരമുള്ളൂ. പിന്നെ ആ തൊള്ള പറഞ്ഞല്ലേ കളിയിൽ ഉണ്ടാവുക. അതായത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ലാമിൻ യമാൽ പറഞ്ഞിട്ടുള്ള, അതായത് കളി തുടങ്ങേണ്ടതിന് മുന്നേ പറഞ്ഞിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കളി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് നെഗറ്റീവായി വന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, അദ്ദേഹം ഇപ്പം ഇങ്ങനെ പറയുന്നതൊക്കെ ഉണ്ട്. ഇത് നടക്കുമോ നടക്കില്ല എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അതായത് അദ്ദേഹത്തിൻ്റെ വാക്ക് പൊന്നാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിരുന്നാലും ലാമിൻ യമാലിനെ കുറിച്ചിട്ട് ഏതൊരാൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യം. അത് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലാമിൻ യമാൽ ഒരു നല്ല പ്ലെയറാണ്, പക്ഷേ ലാമിൻ യമാൽ നശിക്കാൻ ചാൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഈ തൊള്ളവർത്താനം അദ്ദേഹം തുടർന്ന് പോകുകയാണെങ്കിൽ. അപ്പോൾ അവിടെ പറയാനുള്ള കാരണം, ലാമിൻ യമാലിൻ്റെ മികച്ച കളി നമുക്കറിയാം. വയസ്സക്ക് വേണ്ടി നല്ല നല്ല ഗോള്, ബൈസിക്കിൾ ഗോള് വരെ അദ്ദേഹം അടിച്ച് കഴിഞ്ഞ് അതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ആസ്മ ഒരു വോയിസ് ഓവർ എന്ന നിലയിൽ, ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ലാമിൻ യമാൽ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന്. കാരണം അദ്ദേഹം പറഞ്ഞു തുടങ്ങിയാൽ, അദ്ദേഹം തൊള്ളട്ട് തുടങ്ങിയാൽ, അതിപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ ഇന്നൊരു കാര്യം പറഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവല്ലോ, അത് അദ്ദേഹത്തിന് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മോശമായിട്ടുള്ള കളി കളിക്കുക, അങ്ങനത്തെ പിന്നെ കളി അദ്ദേഹത്തെ കാണാതിരിക്കുക, അദ്ദേഹം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ലാമിൻ യമാൽ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം പറയാതിരുന്നാൽ അദ്ദേഹം നല്ല മികച്ച കളി കളിക്കുകയും മികച്ച റിസൾട്ട് അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട് പല മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഒരു പക്ഷേ ലാമിൻ യമാൽ ആരാധകർക്കുള്ള എന്നോട് ദേഷ്യം തോന്നും. ഞാൻ ദേഷ്യപ്പെടാനോ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല. ആസ്മി ഒരു റൂമറും റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, അദ്ദേഹം തൊള്ളട്ട പല കളിയിലും, അദ്ദേഹം വീമ്പിട്ട പല കളിയിലും, അദ്ദേഹം മാസാക്കും എന്ന് പറഞ്ഞ പല കളിയിലും അദ്ദേഹം മാസാവാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ശേഷം പിന്നെ ലാമിൻ യമാൽ കാണാത്തൊരു കളി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.